അതെ, നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മളുടെ ചിന്തകളാണോ നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നതെന്നുള്ളതാണേ. അതെ, ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. പക്ഷെ വെറുതെ ചിന്തിച്ചുകൊണ്ടായില്ല, അത് ഫീൽ ചെയ്യണം, അത് അനുഭവിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. ഇപ്പം നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പോയി ചിന്തിച്ച്, അയ്യോ ഞാൻ ചിന്തിച്ചല്ലോ, ഞാനത് ഫീൽ ചെയ്തല്ലോ, അത് കിട്ടിയില്ലല്ലോ, അങ്ങനെയല്ല പറയേണ്ടത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വളരെ ചെറിയ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മിഠായി ആണേലും അത് അതെനിക്ക് കിട്ടി, അത് കഴിച്ചപ്പം അതിൻ്റെ ടേസ്റ്റ് നമ്മൾ കഴിച്ച് നോക്കിയിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ ആ ഒരു രുചിയൊക്കെ നമ്മൾക്ക് ഫീൽ ചെയ്യണം. അപ്പോഴാണ് അത് നടക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ശക്തമായ തരംഗങ്ങൾ കൊടുത്തുകൊണ്ട്, കൂടുതൽ ശക്തമായ തരംഗങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റും. നിങ്ങൾക്കൊരു നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ട്, കൂടാതെ അളവറ്റ സ്നേഹം നിങ്ങളിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ നിങ്ങൾ എപ്പോഴും മനസ്സിൽ ചിന്തിച്ച് അത് നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് നടന്നു. ഒരുപക്ഷെ നമ്മൾക്കിതൊന്നും ഉണ്ടാവില്ല, നമ്മളൊക്കെ വിഷമത്തിൻ്റെ അങ്ങേ തലത്തിലൊക്കെ എത്തി നമ്മൾ ഡിപ്രസ്ഡായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. ശരിയാണ്, നമ്മൾക്കിങ്ങനെ ഇരുന്ന് പറയാൻ പറ്റും. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ ബുദ്ധിയും മനസ്സും നമ്മൾക്ക് വേറൊരാൾക്ക് പ്രശ്നം വരുമ്പോൾ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എടാ നീ ഇങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്യ്, ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുമോ? ഇല്ല. നമ്മൾ എന്തു പറയും? അയ്യോ എൻ്റെ നെഞ്ചിലൊരു പിടപ്പ്, എൻ്റെ മനസ്സിനൊരു പ്രയാസം. നമ്മൾ മനസ്സുകൊണ്ടാണ് അപ്പോൾ ചിന്തിച്ചു തുടങ്ങുന്നത്. അത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. ശരി, എനിക്കിവിടെ കുറച്ച് ബുദ്ധി പ്രയോഗിക്കണം, ഇതൊക്കെ മാറും. നമ്മൾ യൂണിവേഴ്സിലോട്ട് തന്നെ ഒന്ന് നോക്കി ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമില്ലേ? ഇറക്കം ഇറങ്ങി ചെല്ലുമ്പം ഒരു കയറ്റത്തിലേക്കുള്ള തുടക്കമല്ലേ? അത്രയേ ഉള്ളൂ നമ്മളുടെ ലൈഫും. നമ്മളുടെ ജീവിതത്തിൽ പണ്ട് നടന്നിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ അത് ഇത്ര നിസ്സാരമായിരുന്നോ എന്ന് തോന്നും. അന്ന് പക്ഷെ നമ്മൾക്ക് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നിരിക്കുക അത്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എന്തു വന്നാലും തളർന്നു പോകാതെ ഇതും കടന്നു പോകും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് നിങ്ങൾക്ക് എപ്പോഴും വേണ്ടത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് എപ്പോഴാണോ സ്വന്തമായി മാറാൻ തുടങ്ങുന്നത്, ആ സമയം നിങ്ങളുടെ ജീവിതം മാറിത്തുടങ്ങും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങളത് ഉറച്ചു വിശ്വസിക്കണം. അത് നിങ്ങൾക്ക് കിട്ടിയതായിട്ട് അനുഭവിക്കണം. നിങ്ങൾ അതിൽ അക്കം വഴിഞ്ഞ് സന്തോഷിക്കണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമ്പോൾ എന്ത് സന്തോഷം ഉണ്ടാകുന്നോ അത് നിങ്ങൾ ഫീൽ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം അത് നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കും. അപ്പോൾ സുഹൃത്തെ, എപ്പോഴും പോസിറ്റീവായിരിക്കുക. നമ്മളുടെ ചിന്തയിൽ എപ്പോഴും വേണ്ടുന്ന ഒരു കാര്യം ഇതാണ്: ഈ സമയവും കടന്നു പോകും. അതെ, നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ പ്രശ്നങ്ങൾ ഇന്ന് വളരെ നിസ്സാരമായ കാര്യങ്ങളായി മാറിയിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന പ്രശ്നങ്ങളെല്ലാം മാറും, എല്ലാം ശരിയാകും എന്നുള്ളൊരു ഉറച്ച മനസ്സോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും നമുക്കൊരു പ്രശ്നമേ ആയി മാറില്ല.